നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ആരാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ പട്ടികയിൽ നടൻ ഷാറൂഖ് ഖാനെ പിന്നിലാക്കിക്കൊണ്ട് തെന്നിന്ത്യൻ താരം വിജയ് മുൻപോട്ട് വന്നിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ദളപതി 69 എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് വാങ്ങുന്ന പ്രതിഫലം 275 കോടി രൂപയാണ്. ഇതോടെ ഒടുവിലെ പ്രൊജക്ടിനായി ഷാറൂഖ് ഖാൻ വാങ്ങിയ 250 കോടി എന്ന റെക്കോർഡിനെ പിന്നിലാക്കിയിരിക്കുകയാണ് ഇത്തവണ വിജയ്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന വിജയുടെ അവസാനത്തെ ചിത്രമാണ് ദളപതി 69. ദളപതി 69 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം 2025 ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജഗദീഷ് പളനിസ്വാമിയും രോഹിത് NKയും ചേർന്നാണ് ദളപതി 69 നിർമ്മിച്ചിരിക്കുന്നത്. സതുരംഗ വോട്ടെ, തുണിവ്, വലിമേ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ H വിനോദാണ് ചിത്രം ഒരുക്കുന്നത്. അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. ഈ വർഷം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അണിയറക്കാർ നൽകുന്ന വിവരം. വിജയുടെ കരിയറിലെ അവസാനത്തെ ചിത്രം എന്ന നിലയിൽ ഏറെ വൈകാരികമാണ് ആരാധകർക്ക് ദളപതി 69 എന്ന ചിത്രം. ചിത്രം പ്രഖ്യാപിച്ചതിനു പിന്നാലെ താരങ്ങളടക്കം വിജയ് സിനിമാ അഭിനയം നിർത്തുന്നതിലുള്ള സങ്കടം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ചിത്രത്തിൽ വിജയ്ക്കൊപ്പം അണിനിരക്കുന്ന അഭിനേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ലെങ്കിലും ചിലരുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. സിമ്രാൻ, നമ്മുടെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ, മമിത ബൈജു, സാമന്ത റൂത്ത്, പ്രഭു, പൂജ, ഹെഗ്ഡെ തുടങ്ങിയവർ ചിത്രത്തിൽ വിജയ്ക്കൊപ്പം അണിനിരക്കുന്നു എന്നാണ് സൂചനകൾ. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് ഏറ്റവും ഒടുവിലായി വിജയ്യുടെ ചിത്രം പുറത്തിറങ്ങിയത്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് ആണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ വിജയ് ചിത്രം. വിജയ്ക്ക് പുറമെ പ്രഭുദേവ, പ്രശാന്ത്, സ്നേഹ, ജയറാം തുടങ്ങിയവർ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് ചിത്രം നടത്തുന്നത്. ഇതിനോടകം 200 കോടിയാണ് ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞത്. ഇനിയും വിജയ കുതിപ്പ് തുടരുകയാണ്. തമിഴ് വെട്രി കഴകം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് തന്റെ വരവ് നേരത്തെ തന്നെ വിജയ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നേരത്തെ ഉറപ്പു നൽകിയ ചിത്രങ്ങൾ മാത്രമേ താൻ പൂർത്തിയാക്കൂ എന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി വിജയ് അഭിനയിക്കുന്ന ചിത്രം ശക്തമായ രാഷ്ട്രീയം തന്നെയാണ് പറയുക എന്ന് തന്നെ ഊഹാപോഹങ്ങൾ വന്നിട്ടുമുണ്ട്. കോട്ടനീലിമയുടെ ഷൂസ് ഓഫ് ദി സൈഡ് എന്ന രാഷ്ട്രീയ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം വരുന്നത് എന്ന അഭ്യൂഹവും അതിനിടയ്ക്ക് പരന്നിരുന്നു. കർഷക ആത്മഹത്യകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയവുമാണ് നോവലിന്റെ കഥാപരിസരം. ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമയാണ് വിജയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ദളപതി 69 എന്നാണ് ആളുകൾ പറഞ്ഞത്. ശക്തമായ രാഷ്ട്രീയമാണ് ഇതിലൂടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയുടെ ആദ്യത്തെ ചുവടുവെപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഈ സിനിമ ഒന്ന് മാത്രം മതി. മുൻ രാഷ്ട്രീയ പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ കോട്ടനീലിമ ഇന്ത്യയിലെ കർഷക ആത്മഹത്യയെ ചുറ്റിപ്പറ്റി എഴുതിയ 3 പുസ്തകങ്ങളിൽ ഒന്നാണ് ഷൂസ് ഓഫ് ദി സൈഡ്. ഈ കഥാപശ്ചാത്തലത്തിലാണ് വിജയ് ചിത്രം ഒരുങ്ങുന്നതെങ്കിൽ തന്റെ രാഷ്ട്രീയ നിലപാട് കൂടി പറയുന്ന ചിത്രമാക്കി ദളപതി 69 മാറ്റാൻ വിജയ്ക്ക് എന്തായാലും സാധിക്കും. ഇവിടെ കിങ് ഖാനെ മറികടന്നാണ് വിജയ് തന്റെ പ്രതിഫലം കൂട്ടി മുൻപോട്ട് പോയതെങ്കിലും സർക്കാരിന് നൽകുന്ന നികുതി ഇനത്തിൽ കിങ് ഖാൻ തന്നെയാണ് മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, വിജയ് തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി കിങ് ഖാനെ പോലും മറികടന്ന് സർക്കാരിലേക്ക് ഏറ്റവും കൂടുതൽ സംഖ്യ നികുതി അടയ്ക്കുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റി ആകാൻ വിജയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വന്നേക്കാം. വിജയ് പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്: ആരായിരിക്കും വിജയുടെ എതിരാളി രാഷ്ട്രീയത്തിലെന്ന്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഉദയനിധി സ്റ്റാലിൻ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പിന്തുടർച്ചാവകാശിയായി ഉയർത്തിക്കൊണ്ടുവന്ന അതേ ഉദയനിധി സ്റ്റാലിൻ തന്നെ. ജയലളിത സർക്കാർ കൊണ്ടുവന്ന ഫ്രീപ്സ് പദ്ധതികളെയും GSTയെയും വിജയ് വിമർശിച്ചിരുന്നു. വോട്ടും രാഷ്ട്രീയവും എല്ലാം കടന്നു വന്ന ആ ചിത്രത്തോടെ വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്ന ചർച്ചകൾ സജീവമായി. പിന്നെ വിജയ് ചിത്രങ്ങൾ എല്ലാം നിറഞ്ഞു നിന്നത് വിജയ് എന്ന നടനായിരുന്നില്ല, മറിച്ച് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു. BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത തമിഴനായിരുന്നു വിജയ്. ദ്രാവിഡ രാഷ്ട്രീയാങ്കണത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഉറക്കെ പറഞ്ഞ നേതാവ്. ആ ചങ്കൂറ്റത്തിന് പല കുറി വിജയ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായും വന്നു. അതിനൊരു ഉദാഹരണമാണ് 2 തവണ വിജയ്ക്ക് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വന്ന സംഭവം. സിനിമയിലും ജീവിതത്തിലും കേന്ദ്ര സർക്കാർ നിലപാടുകളെയും നയങ്ങളെയും തുറന്നെതിർത്തതിന്റെ പേരിൽ ഭരണകൂടം വിജയെ നിരന്തരം വേട്ടയാടുകയാണെന്ന തരത്തിലാണ് ആരോപണങ്ങൾ വന്നത്. വിജയെ കസ്റ്റഡിയിലെടുത്തെന്ന വാർത്ത പരന്നതോടെ ആയിരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഇരച്ചെത്തിയത്. അന്ന് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. ഒടുവിൽ വിജയ് നേരിട്ടെത്തി ആരാധകരെ ശാന്തരാക്കുകയായിരുന്നു. ആരാധകർക്കൊപ്പം അന്ന് അദ്ദേഹം ഒരു സെൽഫി എടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റായ ഒരു സെൽഫി ആയിരുന്നു ആ ചിത്രം. ട്വിറ്ററിൽ ആ വർഷം ഏറ്റവും അധികം റീട്വീറ്റ് ചെയ്യപ്പെട്ടത് ആ ചിത്രമാണ്.
ഏറ്റവും ഒടുവിൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം സൈക്കിൾ ചവിട്ടി പോളിംഗ് ബൂത്തിലേക്ക് പോയതിലൂടെ വിജയ് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. കമലും രജനീകാന്തും തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവേശനം പ്രഖ്യാപിച്ച കാലമാണ് അത്. വിജയും അവിടേക്ക് തന്നെ എത്തുന്നു എന്ന് വിലയിരുത്തലുകൾ വന്നു. ഇതേ തെരഞ്ഞെടുപ്പിലാണ് ഉദയനിധി എന്ന DMK നേതാവ് പിറവികൊള്ളുന്നത്. ചെപ്പോക്ക് തിരുവല്ലക്കേനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു ഉദയനിധി വിജയിച്ചെത്തിയത്. ഒരു വർഷത്തിനു ശേഷം മന്ത്രിസഭയിലേക്ക് യുവജനക്ഷേമ കായിക വികസന മന്ത്രിയായി ഉദയനിധി എത്തുകയും ചെയ്തു. ഇതിനിടെയാണ് വിജയ് ചിത്രങ്ങൾക്ക് ഉദയനിധി സ്റ്റാലിൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആരോപണം ഉയർന്നു വന്നത്. ഒടുവിൽ വിജയ് തന്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഏറ്റെടുത്ത സിനിമകൾക്ക് ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് താൻ വരുന്നു എന്ന് തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയിച്ചു കഴിഞ്ഞു. സമാനമായി ഉദയനിധി സ്റ്റാലിനും മാമനൻ എന്ന ചിത്രത്തിനു ശേഷം അഭിനയം മതിയാക്കി പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. മാമനൻ എന്ന സിനിമ പറഞ്ഞ രാഷ്ട്രീയമാണ് ഉദയനിധിക്കും പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ വിജയ്ക്ക് സംസാരിക്കാനുള്ള രാഷ്ട്രീയം ദളപതി 69 എന്ന ചിത്രം വ്യക്തമാക്കുക തന്നെ ചെയ്യും. പെരിയാർ, കാമരാജ്, അംബേദ്കർ, APJ അബ്ദുൽ കലാം എന്നിവരെയാണ് വിജയ് തന്റെ രാഷ്ട്രീയ ഐക്കണുകളായി ഉയർത്തി കാണിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം നിലവിൽ തമിഴ്നാട്ടിലില്ല. അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ പ്രതിപക്ഷ സ്ഥാനമായിരിക്കും വിജയുടെയും സംഘത്തിന്റെയും ആദ്യ ലക്ഷ്യം. തമിഴ്നാട്ടിൽ തനിക്കുള്ള ആരാധക പിന്തുണ വോട്ടുകളാക്കി മാറ്റാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം വിജയ്ക്കുണ്ട്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരെ ചെന്നൈയിലെത്തിച്ച് അനുമോദിച്ചിരുന്ന വിജയ് ഇതുകൂടിയാണ് പറഞ്ഞത്. ഇതിനു പുറമെ അന്നത്തെ പ്രസംഗത്തിൽ പണം വാങ്ങി വോട്ട് ചെയ്യരുത് എന്നതടക്കം പറഞ്ഞത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. CAA NRCക്കെതിരെ പത്രപ്രസ്താവന ഇറക്കിയ വ്യക്തി കൂടിയാണ് വിജയ്. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്ക ദുരിത മേഖലകളിൽ നേരിട്ടെത്തി ദുരിതാശ്വാസം വിതരണം ചെയ്തതും വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ജന്മദിനത്തിനിറക്കിയ ലിയോ എന്ന തന്റെ ചിത്രത്തിലെ ഗാനത്തിലും ചില രാഷ്ട്രീയ സൂചനകൾ വിജയ് നൽകിയിട്ടുണ്ടായിരുന്നു. അതും വലിയ രീതിയിൽ ചർച്ചയായി. അവസാനമിറങ്ങിയ ദ ഗോഡ് ചിത്രത്തിലെ പാർട്ടി ഗാനത്തിലും നമുക്കത് കാണാനാകും. തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴി തേടുകയാണ് വിജയ് എന്ന് പറയാം. TVK എന്നതിന്റെ പൂർണ്ണരൂപം തമിഴക വെട്രി കഴകമാണെങ്കിലും അത് ശരിക്കും ദളപതി വിജയ് കഴകമാണെന്നാണ് വലിയ സംസാരം. MG രാമചന്ദ്രൻ തമിഴക മുഖ്യമന്ത്രിയായി വളർന്ന രാഷ്ട്രീയ വഴി തമിഴകത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള തനിക്കും ലഭിക്കുമെന്ന് തന്നെ വിജയ് പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴകത്ത് സിനിമാക്കാരുടെ രാഷ്ട്രീയം ഒരു പുതുമയുള്ള വിഷയമേ അല്ല. കരുണാനിധിയും MGRും പിന്നീട് 2 വഴി പിരിഞ്ഞെങ്കിലും സിനിമാ വഴി ദ്രാവിഡ രാഷ്ട്രീയത്തെ വഴിതെളിച്ച് വന്നവരാണ്. തങ്ങളുടെ സിനിമാ താരപ്രഭ തന്നെയാണ് MGRനെ പുരച്ചി തലവനാക്കിയത്. പിന്നീട് ജയലളിതയെ പുരച്ചി തലവിയാക്കിയതും ഇതുതന്നെ. വിജയകാന്തിന് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ശോഭിച്ച് കെട്ടടങ്ങേണ്ടതായി വന്നു. കമൽഹാസൻ മക്കൾ മയവുമായി ഇറങ്ങി ഇപ്പോൾ ദ്രാവിഡ മുന്നണിയിലാണ്. തന്റെ രാഷ്ട്രീയ വഴി പാതി വഴിയിൽ നിന്ന് പോയത് ഒന്നുമാകാതെ പോയതുമൊക്കെ രജനീകാന്താണ്. ശരത് കുമാർ, കാർത്തിക് ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും ഒന്നുമല്ലാതെയാണ് മടങ്ങി പോകേണ്ടി വന്നത്. അജിത്തിനെ തന്റെ പിൻഗാമിയാക്കാൻ ജയലളിതയ്ക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു എന്ന് ഒരു വാർത്ത പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങൾ എവിടെയും എത്തിയില്ല. ഇത്തരത്തിൽ വിജയുടെ രാഷ്ട്രീയ പാതയും ചർച്ചയാവുകയാണ് തമിഴകത്ത്. വിജയ് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളോട് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ വിദ്യാർത്ഥികൾ ചരിത്രം പഠിക്കണം, നമ്മുടെ നേതാക്കളെ കുറിച്ച് പഠിക്കണം, അംബേദ്കറെയും കാമരാജിനെയും പെരിയാറിനെയും കുറിച്ച് പഠിക്കണം, എല്ലാം പഠിക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കണം. സാധാരണ ഒരു തമിഴ് സൂപ്പർ താരം ഇത്തരം നേതാക്കളെ പരാമർശിച്ചാൽ അണ്ണാദുരൈ മുതൽ കരുണാനിധി, MGR, ചിലപ്പോൾ ജയലളിത വരെ നീണ്ടേക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഈ ലിസ്റ്റ് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് വിജയ്. വലിയ രാഷ്ട്രീയ സൂചനയാണ് ഇതെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. നമുക്കിനി കണ്ടറിയാം വിജയ് എന്താണ് തമിഴ് രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത് എന്നത്. അതോടൊപ്പം തന്നെ വിജയ് എന്ന സൂപ്പർ താരമില്ലാതെ തമിഴ് സിനിമ എന്താകുമെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.